എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു വാർത്താ അറിയിപ്പാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നിരിക്കുന്നത്. രോഗം സ്ഥിരീകരിച്ച് ഒ പി എടുക്കാൻ എത്തുന്നവരിൽ നിന്ന് പോലും വൈറസ് ബാധ ഡോക്ടർമാരിലേക്ക് പകരുന്ന സാഹചര്യത്തിലും വൈറസിൻ്റെ വകഭേദത്തിന് വ്യാപന തീവ്രത കൂടുതലാവുകയും ഈ മാസം മാത്രം 2870 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലപ്പുറത്തും കണ്ണൂരും ഈ വർഷം മാത്രം 10,000-ലേറെ പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കടുത്ത പനി, ചുമ, തൊണ്ടവേദന, വയറുവേദന, പുറംവേദന, വിശപ്പില്ലായ്മ, പേശീവേദന, ശരീരവേദന എന്നീ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ സാധാരണ പനിയാണെന്ന് തെറ്റിദ്ധരിച്ച് ചികിത്സ വൈകിപ്പിക്കരുതെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. തലച്ചോറിലേക്ക് വ്യാപിച്ചാൽ രോഗം സങ്കീർണമാകും. രോഗലക്ഷണങ്ങൾ ആരംഭിച്ചാൽ 5 ദിവസമെങ്കിലും മറ്റുള്ളവരുമായി ഇടപഴകാൻ പാടുള്ളതല്ല. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളിൽ രോഗം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ രക്ഷിതാക്കളും അധ്യാപകരും ആശങ്കയിലായിരിക്കുകയാണ്. മലപ്പുറം, കണ്ണൂർ ജില്ലകളിലാണ് മുണ്ടുനീർ വ്യാപനശേഷി കൂടുതലായിരിക്കുന്നത്. വായുവിലൂടെ പകരുന്ന രോഗമായതിനാൽ ഒ പി എടുക്കാൻ എത്തുന്നവരിൽ നിന്ന് ഡോക്ടർമാർക്കും രോഗം പകരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ 2 ഡോക്ടർമാർക്ക് രോഗം ഉണ്ടായിട്ടുണ്ട്. വൈറസിൻ്റെ വകഭേദമാണ് വ്യാപന തീവ്രത വർദ്ധിപ്പിക്കുന്നതെന്നും 15 വയസ്സ് വരെയുള്ള കുട്ടികളിൽ മാത്രമുണ്ടാകുന്ന രോഗം മുതിർന്നവരിലേക്കും വ്യാപിക്കുന്നതിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. മുണ്ടുനീരിനെ ചേർക്കുന്നതിന് കുട്ടികൾക്ക് 1.5 വയസ്സിനകം നൽകിയിരിക്കുന്ന മാംസ്, മിസീൽസ്, റുബെല്ല വാക്സിൻ കഴിഞ്ഞ 8 വർഷമായി നൽകുന്നില്ല. സ്കൂളിൽ വിദ്യാർത്ഥികൾ അടുത്ത് ഇടപഴകുമ്പോൾ രോഗവ്യാപന സാധ്യതയേറും. ഉമിനീർ ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന വീക്കമാണ് മുണ്ടുനീർ അഥവാ മംസ് രോഗമുള്ളവർ തുമ്മുകയോ ചുമക്കുകയോ ചെയ്യുമ്പോൾ വൈറസ് വായുവിൽ പടരും. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ ഉടൻ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടണമെന്ന് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്.